പൊന്നാനി പുളിക്കക്കടവ് തൂക്കുപാലം അറ്റകുറ്റപ്പണികൾക്ക് തുടക്കമായി. ചവിട്ടുപടികളുടെ പണികളാണ് ആദ്യഘട്ടത്തിൽ നടക്കുക. തകർന്നു തുടങ്ങി യാത്ര മുടങ്ങിയ പൊന്നാനി പുളിക്കക്കടവ് തൂക്കുപാലത്തിന്റെ അറ്റകുറ്റപ്പണികൾക്ക് ഒടുവിൽ തുടക്കം. പ്രതിഷേധ സമരങ്ങൾ ഏറെ നടന്നതിനൊടുവിൽ ചവിട്ടുപടികളുടെ ദ്രവിച്ച ഷീറ്റുകൾ മാറ്റുന്ന പ്രവർത്തികൾക്കാണ് തുടക്കമായത്. പൊന്നാനി ഭാഗത്തെ 6 സ്റ്റെപ്പുകളിലെ തകർന്ന ഷീറ്റുകളാണ് ആദ്യ ദിനം മാറ്റിയത്. മഴ പെയ്യുന്നതിനാൽ അറ്റകുറ്റപ്പണികൾ എന്ന് തീർക്കുമെന്ന് കരാറുകാർക്കും നിശ്ചയമില്ല. ഷീറ്റുകൾ വെൽഡ് ചെയ്യുന്ന പ്രവർത്തികൾക്കിടെ മഴ എത്തുന്നതാണ് പ്രതിസന്ധിക്ക് ഇടയാക്കുന്നത്. സ്റ്റെപ്പുകളിലെ ഷീറ്റുകൾ മാറ്റിയാലുടൻ പാലത്തിന് മുകളിലെ ഇരുമ്പ് ഷീറ്റുകളും മാറ്റി സ്ഥാപിക്കും. തുടർന്ന് പെയിന്റിംഗും നടത്തി തൂക്കുപാലം സഞ്ചാരയോഗ്യമാക്കും. ഓഗസ്റ്റ് മാസത്തിൽ പ്രവർത്തികൾ പൂർത്തീകരിക്കുമെന്ന് നിർമ്മാണ ചുമതലയുള്ള കെൽ കമ്പനി അധികൃതർ അറിയിച്ചു. നേരത്തെ പുനർനിർമ്മാണം നടത്താൻ തീരുമാനിച്ചിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മൂലം അറ്റകുറ്റപ്പണികൾ വൈകുകയായിരുന്നു. 17.5 ലക്ഷം രൂപ ചിലവിലാണ് പൊന്നാനി മാറഞ്ചേരി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പുളിക്കക്കടവ് കായൽ തീരത്ത് നടപ്പാലം അറ്റകുറ്റപ്പണികൾ നടക്കുന്നത്. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം നഗരസഭയുടെ അധീനതയിലുള്ള പുളിക്കക്കടവ് തൂക്കുപാലത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ ഇന്ന് ആരംഭിക്കുകയാണ്. നമ്മുടെ കെല്ലാണ് ഈ വർക്ക് ഏറ്റെടുത്തിട്ടുള്ളത്. നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ 12 ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് ഉള്ള പ്രോജക്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ താൽക്കാലികമായിട്ടുള്ള അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. പാലം നല്ല രീതിയിൽ തന്നെ പുനർനിർമ്മിക്കുന്നതിനുള്ള ഫണ്ടിൻ്റെ സമാഹരണം ഇതിന് തുടർന്ന് നടക്കും. അങ്ങനെ വരുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഈ പാലം നമുക്ക് പുനരുജ്ജീവിപ്പിക്കാനായിട്ട് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. NCV ന്യൂസ് പൊന്നാനി.